കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും CPM ജനറൽ സെക്രട്ടറിയുമായിരുന്ന സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശാണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:30 അന്ത്യം. 32 വർഷമായി CPM പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി 2015 ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുമുള്ള രാജ്യസഭാ അംഗമായിരുന്നു. യെച്ചൂരിയുടെ വിയോഗം രാജ്യത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടം തന്നെയാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത ധീര നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ ദുഃഖത്തോടെയും ഹൃദയവേദനയോടെയുമാണ് സീതാറാമിന്റെ നിര്യാണ വാർത്ത കേൾക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്ന അദ്ദേഹം 9 വർഷക്കാലം CPMന്റെ ജനറൽ സെക്രട്ടറിയായി വൈഷമ്യമേറിയ രാഷ്ട്രീയ ഘട്ടങ്ങളിലൂടെ പാർട്ടിയെ നയിച്ചു. രാജ്യവും ജനങ്ങളും ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ സീതാറാമിന്റെ അഭാവം രാജ്യത്തിന് തന്നെ നികത്താനാകാത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ അന്തരിച്ച ജെൻസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. അന്ത്യചുംബനത്തോടെ ശ്രുതി ജെൻസന് വിട നൽകി. ശ്രുതിക്ക് അവസാനമായി കാണാൻ ജെൻസന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 100 കണക്കിന് ആളുകളാണ് ജെൻസനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിൽ മൃതദേഹം വെച്ച ശേഷം ആണ്ടൂർ നിത്യസഹായ മാതാപള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ആലപ്പുഴ കലവൂരിൽ വയോധികയായ സുഭദ്ര കൊലപാതകത്തിലെ പ്രതികൾ പിടിയിൽ. കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് പ്രതികളായ മാത്യൂസ്, ശർമിള എന്നിവർ പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം ഇരുവരും ഒളിവിലായിരുന്നു. സുഭദ്രയുടെ സ്വർണവും പണവും കൈക്കലാക്കാനായിരുന്നു കൊലപാതകം. കൊലയ്ക്ക് ശേഷം മൃതദേഹം കുഴിച്ചിട്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. സുഭദ്രയുടെ സ്വർണം ആലപ്പുഴയിൽ വിറ്റതായും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം 50% വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നികുതി വിഹിതം വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ സംസ്ഥാന താൽപര്യം പരിഗണിക്കാൻ ധനകാര്യ കമ്മീഷൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആളോഹരി വരുമാനം കുറഞ്ഞതും ജനസംഖ്യ കൂടുതലുമുള്ള സംസ്ഥാനങ്ങളെയും ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ പാലിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കാനുള്ള നടപടിയുണ്ടാകണം. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്കിപ്പോൾ കുറവ് നികുതി വിഹിതമാണ് കിട്ടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയായ അമ്മയിലുണ്ടാക്കിയ പൊട്ടിത്തെറി തുടരുന്നു. അഭിനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടെയുള്ള സംഘടന വേണമെന്നാവശ്യപ്പെട്ട് 20ഓളം പേർ രംഗത്തെത്തി. ഇക്കാര്യവുമായി ഇവർ വിവിധ ട്രേഡ് യൂണിയനുകളുള്ള കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചു. അമ്മ പിളർപ്പിലെ എന്ന് പറയാൻ പറ്റില്ലെന്നും ട്രേഡ് യൂണിയൻ രൂപത്തിലുള്ള സംഘടന രൂപീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആലോചന നടന്നതെന്നാണ് തന്റെ വിവരമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കൊച്ചി കോസ്റ്റൽ IG ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ കോസ്റ്റൽ AIG G പൂങ്കഴിലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തതെന്നാണ് വിവരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ആരോപണ വിധേയനായ ആളുകളിൽ രഞ്ജിത്തും ഉൾപ്പെട്ടിരുന്നു. മ്യാൻമറിനും ബംഗ്ലാദേശിനും മുകളിൽ ചക്രവാത ചുഴി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീരദേശ ബംഗ്ലാദേശിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർന്ന് തീരദേശ പശ്ചിമ ബംഗാളിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിൽ വിവാദം. ജനങ്ങളുടെ മനസ്സിൽ നീതിന്യായ വ്യവസ്ഥിതിയിലെ പക്ഷപാതരാഹിത്യത്തെക്കുറിച്ച് സംശയമുയരാൻ ഇത് കാരണമാകുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ശിവസേന MP സഞ്ജയ് റൌട്ടാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഭരണഘടനയുടെ സംരക്ഷകൻ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് ജനത്തിനുള്ളിൽ സംശയമുണരാൻ കാരണമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെ മണിപ്പൂരിന്റെ അധിക ചുമതല വഹിക്കുന്ന അസം ഗവർണർ ഇംഫാൽ വിട്ട് ഗുവാഹത്തിയിലേക്ക് പോയതായി റിപ്പോർട്ട്. ഇംഫാലിൽ രാജ്ഭവന് നേരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെയാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ മണിപ്പൂർ വിട്ടത്. നിലവിൽ അദ്ദേഹം ഗുവാഹട്ടിയിലാണുള്ളതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ രാജ്ഭവൻ വൃത്തങ്ങൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരളയിൽ സ്വന്തം മൈതാനത്ത് ആദ്യ മത്സരത്തിനിറങ്ങിയ കാലിക്കറ്റ് FCയെ സമനിലയിൽ പിടിച്ച് തിരുവനന്തപുരം കൊമ്പൻസ്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും പിന്നിട്ടപ്പോൾ ഫലം സമനില. ആദ്യ ഗോൾ നേടിയത് കാലിക്കറ്റ് ആയിരുന്നു. 21-ാം മിനിറ്റിൽ തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടി മുഹമ്മദ് അഷറാണ് ആദ്യ ഗോൾ നേടിയത്.